ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ തന്നെ സബ് ടോപ്പിക്കായിട്ട് സ്റ്റിമുലസ് കൺട്രോള്, 3 സ്റ്റിമുലസ് കൺട്രോൾ അപ്രോച്ച്, പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡിസൈഡ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാമെന്നും, പിന്നെ ഒരു ബിഹേവിയർ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, ഷേപ്പിംഗ്, മോഡലിംഗ്, ഫെയ്ഡിങ്, പണിഷ്മെൻറ്റ്, ഗൈഡൻസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ബിഹേവിയർ ചേഞ്ചിങ് സ്ട്രാറ്റജിയാണ്. അതായത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബിഹേവിയർ ചേഞ്ചിങ് സ്ട്രാറ്റജീസ്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് കൺട്രോളാണ്. സ്റ്റിമുലസ് കൺട്രോൾ റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വേർ എ സ്പെസിഫിക് ബിഹേവിയർ ഈസ് മോർ ലൈക്ലി ടു ഒക്കർ ഇൻ ദ പ്രസൻസ് ഓഫ് പെർട്ടിക്കുലർ സ്റ്റിമുലസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസിൻ്റെ പ്രസൻസിൽ ഒരു ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലി ഉണ്ടെങ്കിൽ അവിടെ ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കൂടുകയും അവിടെ അങ്ങനെ ഒരു സ്റ്റിമുലസ് ഇല്ലെങ്കിൽ ആ ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കുറയുകയും. അതിനൊരു എക്സാമ്പിൾ, നമ്മൾ ഒരാൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഓവർ ഈറ്റിംഗ് ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലൊരു ഹോട്ടലുണ്ട്. ഹോട്ടൽ കാണുമ്പോൾ അയാൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നും, അൺവാണ്ടഡ് ഈറ്റിങ് കഴിക്കാൻ തോന്നും. അയാൾ അവിടെ ഇറങ്ങി കഴിക്കുന്നു. അപ്പോൾ ഇവിടെ അയാൾക്ക് അവിടെ ആ ഹോട്ടൽ, അതാണ് അവിടുത്തെ സ്റ്റിമുലേ, ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലേ. ആ ഹോട്ടൽ ഉള്ളതുകൊണ്ടാണ് അയാൾ അവിടെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓവർ ഈറ്റിംഗ് എന്നുള്ള ആ ബിഹേവിയർ അവിടെ നടന്നത്. അവിടെ ഹോട്ടലിൽ അയാൾ പാസ് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ കഴിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലേൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഒരു ബിഹേവിയർ നടന്നു. അപ്പോൾ ഇതാണ് സിംപ്ലി എന്താണ് സ്റ്റിമുലസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ്റെ സ്റ്റിമുലസ് കൺട്രോൾ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ എ സ്പെസിഫിക് ബിഹേവിയർ ഈസ് മോർ ലൈക്ലി ടു ഒക്കർ ഇൻ ദ പ്രസൻസ് ഓഫ് പെർട്ടിക്കുലർ സ്റ്റിമുലേ. അപ്പോൾ ഇനി ഈ സ്റ്റിമുലി എന്ന് പറഞ്ഞില്ലേ, ഈ ബിഹേവിയർ നടക്കാൻ കാരണമായിട്ടുള്ള ഈ സ്റ്റിമുലിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി ഈസ് സ്പെസിഫിക് ക്യൂ ഓർ സിഗ്നൽ ഇൻ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പെർട്ടിക്കുലർ ബിഹേവിയർ വിൽ ബി റീഎൻഫോഴ്സ്ഡ്. വെൻ ദിസ് സ്റ്റിമുലി ഈസ് പ്രസൻറ്റ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ബിഹേവിയർ ഒക്കെ ഇൻക്രീസ്. ഈ സ്റ്റിമുലി ഉണ്ടാകുമ്പം ആ ബിഹേവിയർ നടക്കാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അതാണ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിങ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്റ്റിമുലിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിങ് ഫോം ചെയ്തത്? ഇങ്ങനെ ഒരു കണ്ടീഷനിങ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത് റീഎൻഫോഴ്സ് ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിമുലസ് കൺട്രോൾ, ഇങ്ങനെ ഒരു കണ്ടീഷനിങ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് അയാൾ എന്നും ആ റൂട്ടിലൂടെ പാസ് ചെയ്യുമ്പം ആ ഹോട്ടൽ കാണും, അവിടെ നിന്ന് കഴിക്കും. അങ്ങനെ റിപ്പീറ്റായിട്ട് അത് റീഎൻഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിമുലസ് കൺട്രോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 സ്റ്റിമുലസ് കൺട്രോൾ അപ്രോച്ചാണ്. അപ്പോൾ നമുക്കൊരു ഡിസൈഡ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനും ഒരു അൺഡിസൈഡ് ബിഹേവിയർ ഡിക്രീസ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റിമുലസ് കൺട്രോൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ് പറയണത്. ഒന്നാമത്തത് റിമൂവ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി. അതായത് നമ്മൾ ഒരു ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഒരു ബിഹേവിയർ നടക്കുന്നത്. അപ്പോൾ ആ ബിഹേവിയർ നടക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അതായത് ഒരാൾ, നമ്മൾ പറഞ്ഞു, അയാൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യുകയാണ്. ആ ഹോട്ടൽ കാണുന്നതുകൊണ്ടാണ് അയാൾ അവിടെ ഓവർ ഈറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഓവർ ഈറ്റിംഗ് നടക്കണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഹോട്ടലിൽ കാണാത്ത വേറെ വഴി കൂടെ വിട്ടു പോവാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തത്, റിമൂവിങ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ, ഒരാൾക്ക് ഒരു സ്മോക്കർ ആഷ്ട്രേ കാണുമ്പം അയാൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആഷ്ട്രേ എടുത്ത് മാറ്റുമ്പോൾ ആഷ്ട്രേ കാണുന്നില്ലെങ്കിൽ പിന്നെ അയാളപ്പം സിഗരറ്റ് വലിക്കില്ല. അപ്പോൾ അവിടെ ഒരു അൺഡിസൈഡ് ബിഹേവിയറിൻ്റെ ഇത് കുറയുകയാണ് ചെയ്യുന്നത്, അവിടെ ഒരു സ്റ്റിമുലസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ. ഇനി അടുത്തത് നാരോയിങ് ആണ്. നാരോയിങ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റിംഗ് ബിഹേവിയർ ടു ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്റ്റിമുലി. അപ്പോൾ ഒരാൾ
ഒരു ഓവർ ഈറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അയാൾ എന്താ വെച്ചാൽ അയാൾ പല സിറ്റുവേഷനിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഗ്യാദർ ചെയ്യുമ്പം കഴിക്കുന്നുണ്ട്, അയാൾ ബുക്ക് വായിക്കുമ്പോൾ കഴിക്കുന്നുണ്ട്, അയാൾ ടി വി കാണുമ്പം കഴിക്കുന്നുണ്ട്. അങ്ങനെ പല പല സിറ്റുവേഷനിൽ അയാൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലേ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊക്കെ നാരോ ചെയ്യണം. അതായത് ഇയാൾ ഈ ടേബിളിൽ ഇരിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും അയാൾ കഴിക്കാൻ പറ്റില്ല, ഈ ടേബിളിൽ ഇരിക്കുമ്പോൾ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിവിടെ എന്താണ്, റെസ്ട്രിക്റ്റിംഗ് ഈറ്റിംഗ് ടു വൺ പ്ലേസ് അറ്റ് എ സെർട്ടൈൻ ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ എന്താണ്, ഓവർ ഈറ്റിംഗ് എന്നുള്ള ബിഹേവിയർ കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഒരു സ്മോക്കറായിട്ടുള്ള ഒരാൾ, അയാൾ പല സിറ്റുവേഷൻ സോഷ്യലൈസ് ചെയ്യും, സ്മോക്ക് ചെയ്യും, അല്ലാതെ വേറെ പല സിറ്റുവേഷൻ സ്മോക്ക് ചെയ്യും. അതൊന്നൊക്കെ നമ്മൾ നാരോ ചെയ്യുക, ഈ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈനൊക്കെ നാരോ ചെയ്തിട്ട്, അതായത് ബേസ്മെൻറ്റിൽ ഈ ചെയറിലിരിക്കുമ്പോൾ മാത്രം സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ബിഹേവിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്മോക്കിങ്ങും കുറയും. ഇനി അടുത്ത ഇപ്പം നമ്മൾ പറഞ്ഞു, ഒന്ന് റിമൂവിങ് ദ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലിയാണ്, രണ്ടാമത്തെ നാരോയിങ് ആണ്. ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ബിഹേവിയർ ചേഞ്ച് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ സ്റ്റഡിങ്. അപ്പോൾ ഒരു സ്റ്റഡി ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കുട്ടി പല സമയത്ത് ബുക്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കും, പാട്ട് കേൾക്കണതിൻ്റെ ഇടയിൽ പഠിക്കും, സിനിമ അവിടെ സൈഡിൽ വെച്ചിട്ട് പഠിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ പഠിക്കും. അപ്പം ഇവിടെ എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡിങ് ഹാബിറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റഡി ഏരിയയിൽ മാത്രം കുട്ടി പഠിക്കുകയുള്ളൂ എന്നുള്ള ഒരിത് നാരോ ചെയ്യാണ്. ഇവിടെ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള സിറ്റുവേഷനിലൊന്നും ഒക്കെ ബാക്കിയുള്ള ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലിയൊക്കെ നമ്മൾ ബാക്കിയുള്ള സിറ്റുവേഷനിലൊന്നും കുട്ടി പഠിക്കാതെ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ചെയ്യുള്ളൂ. പിന്നെ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് വേറൊന്നും, അതായത് ആ സ്റ്റഡി ഏരിയയിൽ ഈറ്റിങ്ങോ ബാക്കിയുള്ള ഇപ്പം ഇമാജിനിങ്ങോ ഡേ ഡ്രീമിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല, അതിന് അവിടുന്ന് ആ ഏരിയ ഉപേക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടു കൂടി ആ കുട്ടീൻ്റെ സ്റ്റഡി ഹാബിറ്റ് അവിടെ ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്. ഇനി അടുത്തത് അപ്രോച്ച് 3 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് എ സ്റ്റിമുലേ. അതായത് ഒരു പുതിയ സ്റ്റിമുലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ദാറ്റ് ടെൻഡ് ടു ഇൻഹിബിറ്റ് അൺഡിസൈഡ് ബിഹേവിയർ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്ന തരത്തിലൊരു സ്റ്റിമുലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു ഡയറ്റിലുള്ള ഒരാൾ അയാളുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ലേബലോ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ ഇടുക. അപ്പോൾ അയാളത് കാണുമ്പോൾ അയാൾ കഴിക്കാണ്ട് ഓവർ ഈറ്റിംഗ് നടത്താണ്ട് ഒരു അൺവാണ്ടഡ് ഈറ്റിംഗ് നടത്താതെ തിരിച്ചു വരുന്നു. അപ്പോൾ അതുവഴി അയാളുടെ ഓവർ ഈറ്റിംഗ് അവിടെ അൺഡിസൈഡ് ബിഹേവിയർ കുറയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ അയാൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ്, ഞാൻ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ എന്താ വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പ്രസൻസിൽ അയാൾക്ക് സ്മോക്ക് ചെയ്യാണ്ട് ഉള്ള ടെൻഡൻസി കുറയും. അതുവഴി സ്മോക്കിംഗ് അവിടെ എന്നുള്ള അൺഡിസൈഡ് ബിഹേവിയർ അവിടെ കുറയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റിമുലസ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് സ്റ്റിമുലസ് കൺട്രോളിൻ്റെ ബേസിസിൽ നമുക്ക് ബിഹേവിയർ ചേഞ്ചിങ് സ്ട്രാറ്റജീസ് ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മുടെ ഓരോ ബിഹേവിയറും ആർ ടൈഡ് ഇൻ ടു വൺ ഓർ അതർ സ്റ്റിമുലേ. അപ്പം ഇതിൻ്റെ ബേസിസിൽ നല്ലൊരു ബിഹേവിയർ ചേഞ്ച് സ്ട്രാറ്റജി, മോഡിഫിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് സ്റ്റിമുലസ് കൺട്രോൾ ഡീൽ വിത്ത് ദ ആൻറ്റിസിഡൻറ്റ് സൈഡ് ഓഫ് എൻ ഒപ്പറൻറ്റ് ബിഹേവിയർ. ഒരു ബിഹേവിയറിൻ്റെ മുൻപുള്ള, അതായത് മുമ്പ് നടക്കുന്ന തന്നെ ആൻറ്റിസിഡൻറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിമുലസ് കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻക്രീസിങ് ഡിസൈഡ് ബിഹേവിയറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റീഎൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? അപ്പോൾ നമ്മൾ ഒരാൾക്ക്, ഒരു ക്ലയൻറ്റിന് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് റീഎൻഫോഴ്സിങ് ആയിരിക്കണം.
അല്ലാതെ നമ്മൾ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ഇയാൾക്ക് റീഎൻഫോഴ്സിങ് ആവാം എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യരുത്. പകരം ആ വ്യക്തിക്ക് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ ഒരു കുട്ടീൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചർ വിചാരിക്കുന്നത് ഈ ഷൗട്ടിംഗ് എന്ന് പറയുന്നത് ഇതൊരു പണിഷിങ് ആണെന്നാണ്, ഇതൊരു പണിഷർ ആണെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. പക്ഷേ കുട്ടിക്ക് ചിലപ്പം അതൊരു പണിഷ്മെൻ്റ് ആയിരിക്കില്ല, ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉള്ളൊരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അത് റീഎൻഫോഴ്സിങ് ആയിരിക്കും. അതേപോലെ തന്നെ അതൊരു സോഷ്യൽ റീഎൻഫോഴ്സ്മെൻ്റ് ആവാം. ഫ്രണ്ട്സിൽ നിന്ന് ടീച്ചറെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളൊരു ഇത് ഫ്രണ്ട്സിൽ നിന്ന് ഒരു സോഷ്യൽ റീഎൻഫോഴ്സ്മെൻ്റ് ആ കുട്ടി ഇതുവഴി റിസീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതൊരു സമയത്തും നമ്മൾ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റോ പ്ലാൻ ചെയ്യുമ്പം അത് എപ്പോഴും ആ വ്യക്തിക്ക് ഓരോ വ്യക്തിക്കനുസരിച്ച് ഡിഫർ ആവും. അപ്പം അതൊരു വ്യക്തിക്ക് അപ്രോപ്രിയേറ്റ് അയക്കുന്ന രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ഏത് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന്? അത് ഏറ്റവും നല്ലത് ആ ആളോട് തന്നെ ചോദിക്കുക, എന്താണ് റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളോട് തന്നെ ചോദിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്. അപ്പം ചിലപ്പോൾ പറയും അവിടെ കുറച്ച് നേരം പാർക്കിൽ കളിക്കണം എന്നൊക്കെ പറയും. അപ്പം അത് എന്താണ് ആ കുട്ടികളോട് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് റീഎൻഫോഴ്സർ സാമ്പിളിങ് നടത്താം. റീഎൻഫോഴ്സർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് അത് ആ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നമ്മളത് കൊടുത്തു കുറച്ച് നേരം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. എന്നിട്ട് ഏതാണ് നന്നായി സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് നമ്മൾ റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഈ റീഎൻഫോഴ്സർ സാമ്പിളിംഗ് അത് റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ആൾക്കും ഇപ്പോൾ ഒരാൾക്ക് റീഎൻഫോഴ്സിംഗ് ആയി തോന്നുന്ന ഒരു കാര്യമായിരിക്കില്ല വേറൊരാൾക്ക് റീഎൻഫോഴ്സിംഗ് ആയി തോന്നുക. അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, കുറേ കാലമായിട്ട് നമ്മളൊരു ഫോൺ തീരെ ഉപയോഗിക്കാത്ത ഒരാൾക്ക് നമ്മൾ ഫോൺ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ആൾക്കത് റീഎൻഫോഴ്സിംഗ് ആവണമെന്നില്ല. അതേപോലെ തന്നെ എലിമെൻ്ററി സ്റ്റേജിലുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു ഹയർ സ്റ്റേജിലുള്ള ഗെയിം റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഇതാ ഗെയിം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് അത് റീഎൻഫോഴ്സിങ് ആവില്ല. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവർക്കും സെയിം റീഎൻഫോഴ്സ്മെൻ്റ് ആവില്ല അപ്ലിക്കബിൾ ആവുക. എല്ലാവർക്കും പേഴ്സണലി അത് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി പ്രേസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള റീഎൻഫോഴ്സറാണ് പ്രേസ്. നമ്മളൊരാളെ അവർ ചെയ്തത് പ്രേസ് ചെയ്യാം. മണി എന്ന് പറയുന്നതും ഒരു പവർഫുൾ റീഎൻഫോഴ്സറാണ്. ഇനി നമ്മൾ സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ ലോങ്ങർ റിസസ് ആണ്. അതായത് ഒരു ബ്രേക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അത് കുറച്ച് ലോങ്ങർ കൊടുക്കുക. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ എയ്ഡായിട്ട്, ടീച്ചറിൻ്റെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ലീഡർ ആവുക, അങ്ങനത്തെ ഒരു പൊസിഷനൊക്കെ കൊടുക്കുക. പിന്നെ അവർക്ക് റിവാർഡ് ഏരിയ ആയിട്ട് അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ജോബ് ആ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് പ്രൈസായിട്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കാം, ബോണസ്, എക്യുപ്മെൻറ്റ് ആൻഡ് സപ്ലൈസ്, അഡീഷണൽ സ്റ്റാഫ്, പ്രിവിലേജസ് കൊടുക്കാം, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കൊടുക്കാം. ഇനി വേറെ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. റീഎൻഫോഴ്സ്മെൻറ്റ് പീപ്പിൾ ആർ ഗിവിങ് ദംസെൽഫ്, അവർക്ക് തന്നെ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് ഞാനൊരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറയുക അത് നല്ല വർക്കായിരുന്നു, എന്നിട്ട് അത് സ്വന്തം തന്നെ നമ്മൾ സെൽഫ് റീഎൻഫോഴ്സ് ചെയ്യാം. നമ്മൾ വേറെ എന്തൊക്കെ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്താലും നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ ഒരു സെൽഫ് റീഎൻഫോഴ്സ്മെൻറ്റ് സെൽഫ് റീഎൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഒരാൾ ഉണ്ടാക്കിയെടുക്കുക വേണ്ട. അതായത് ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഒരാൾക്ക് ഇപ്പോൾ റീഎൻഫോഴ്സായി കൊടുത്താലും അറ്റ് ദ എൻഡ് അവർക്ക് സെൽഫ് റീഎൻഫോഴ്സ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിക്കുക ആണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് സ്ട്രാറ്റജീസ് ഫോർ ഇനീഷ്യേറ്റിംഗ് ബിഹേവിയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മളൊരു ബിഹേവിയർ എങ്ങനെ അത് ഇൻക്രീസ് ചെയ്യാം എന്ന് പറഞ്ഞു, അതിൻ്റെ നടക്കാനുള്ള സാധ്യത ഒക്കെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ബിഹേവിയർ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റീഎൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബിഹേവിയർ എങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ബിഹേവിയർ എങ്ങനെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ ഉള്ള ഒരാൾ 5 വർഷമായി സംസാരിച്ചിട്ട്
അപ്പോൾ നമ്മളവിടെ സ്പീക്കിംഗ് സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ സംസാരിച്ചിട്ട് റീഎൻഫോഴ്സ് ചെയ്യാൻ കാത്തിരിക്കാൻ പറ്റില്ല. അതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വേ അല്ല. അപ്പോൾ അതിന് പകരം അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മളൊരു എങ്ങനെ ഒരു ബിഹേവിയർ ഇനീഷ്യേറ്റ് ചെയ്ത് ബിഹേവിയർ നമുക്ക് റീഎൻഫോഴ്സ് ചെയ്യാം. പക്ഷേ എങ്ങനെ ഒരു ബിഹേവിയർ ഇനീഷ്യേറ്റ് ചെയ്യാം എന്നുള്ളതിനാണ് കുറച്ച് വേസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് സ്മോൾ ഇനഫ് സ്റ്റെപ്സ്, വളരെ സ്മോൾ സ്റ്റെപ്സായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഷേപ്പിംഗ് എവിടെ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ക്ലയൻറ്റ് എവിടെയാണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് സ്മോൾ സ്റ്റെപ്സ് അവരുടെ ഡിസൈഡ് ബിഹേവിയറിലേക്ക് സ്മോൾ സ്റ്റെപ്സായിട്ട് എടുക്കാം. ഇതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഒട്ടും മെഡിറ്റേറ്റ് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവണമെന്നില്ല. പക്ഷേ ഇന്ന് ഞാനൊരു കുറച്ച് സമയം ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തു. അത് മെല്ലെ ആ എമൗണ്ട് ആ ഡ്യൂറേഷൻ മെല്ലെ കൂട്ടി വരിക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ അതിനെ റീഎൻഫോഴ്സ് ചെയ്യുക. എന്തെങ്കിലും എനിക്ക് അപ്രോപ്രിയേറ്റുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് റീഎൻഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് റീഎൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ അത് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഷേപ്പിംഗ്. ഷേപ്പിങ്ങിന് നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷൻ എന്നും വിളിക്കും. ഈസ് എ റീഎൻഫോഴ്സിങ് ഓഫ് ബിഹേവിയർ ദാറ്റ് ഗ്രാജ്വലി അപ്രോക്സിമേറ്റ് ദ ഡിസൈഡ് ബിഹേവിയർ. അപ്പോൾ ഇതിൽ വളരെ സ്മോൾ ഇനഫ് സ്റ്റെപ്സാണ്, അതും സ്മോൾ ഇനഫ് സ്റ്റെപ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ട്രാൻസിഷൻ നടക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഷേപ്പിംഗ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ആ ടേമിൽ തന്നെ ഉണ്ട് മോഡൽ, അതായത് നമ്മളൊരാളെ മോഡലാക്കാം. അതായത് ഇവിടെ ചേഞ്ച് ഇൻ പേഴ്സൺസ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ. വേറൊരാളെ കണ്ടിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ബിഹേവിയർ അതുപോലെ ആക്കാൻ ശ്രമിക്കുക. ഇത് പെർട്ടിക്കുലർലി നമുക്ക് കുട്ടികളിൽ ഇത് വളരെ എഫക്റ്റീവാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ടീച്ചർ ഒരു കുട്ടീനെ നന്നായിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ആ കുട്ടീനെ നല്ല പ്രൈസ് ചെയ്തു, നല്ല റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അത് മാതൃകയാക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ആ ബിഹേവിയർ മോഡൽ ചെയ്യും. ഇനി നമ്മൾ ആദ്യം ഷേപ്പിംഗ് പറഞ്ഞു, മോഡലിംഗ് പറഞ്ഞു. ഈ ഷേപ്പിംഗ് മോഡലിംഗ് കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോഡൽ റീഎൻഫോഴ്സ്മെൻറ്റ് കൗൺസിലിങ്ങിൽ ഇത് യൂസ് ചെയ്യും. അപ്പോൾ മോഡൽ റീഎൻഫോഴ്സ്മെൻറ്റ് കൗൺസിലിങ്ങിൽ എങ്ങനെ വെച്ചാൽ തെറാപ്പിസ്റ്റ് ഒരു ഡിസൈഡ് ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് അത് ഫോളോ ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിനെ എൻകറേജ് ചെയ്യും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ ഒരു കോംപ്ലക്സ് ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ വളരെ സിമ്പിൾ അപ്രോക്സിമേഷൻസ് ആക്കിയിട്ട് കുറേ സിമ്പിൾ ഇനഫ് സ്റ്റെപ്സ് ആക്കിയിട്ടാണ് മാറ്റിയിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് മോഡൽ ചെയ്യാൻ പറയും. എന്നിട്ട് ഓരോന്ന് അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊക്കെ റീഎൻഫോഴ്സ് ചെയ്തിട്ട് ആ കോംപ്ലക്സ് ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യാം. ഇനി അടുത്തത് ഫെയ്ഡിങ് ആണ്. ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് എ ബിഹേവിയർ ദാറ്റ് ഒക്കർ ഇൻ വൺ സിറ്റുവേഷൻ ആൻഡ് ഗെറ്റിംഗ് ഒക്കർ ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ബൈ ഗ്രാജുവലി ചേഞ്ചിങ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഇൻ ടു സെക്കൻഡ് സിറ്റുവേഷൻ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ബിഹേവിയർ അത് അടുത്ത സിറ്റുവേഷനിലേക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റാം. അതായത് ഇപ്പോൾ ഒരാൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വീട്ടിൽ നല്ല കാമാണ്, കോപ്പറേറ്റീവാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടീനെ പെട്ടെന്ന് ഒരു വേറെ എൻവയോൺമെൻറ്റിൽ സ്കൂളിൽ കൊണ്ടുപോയെടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഫിയറും അതേപോലെ തന്നെ ഒരു വലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം അങ്ങനെ പെട്ടെന്നാക്കാതെ നമ്മൾ ഗ്രാജുവലായിട്ടുള്ള ഒരു ട്രാൻസിഷൻ, അതായത് ഗ്രാജുവലായിട്ട് നമ്മൾ ഫസ്റ്റത്തെ എൻവയോൺമെൻറ്റ് മെല്ലെ ഫെയ്ഡാക്കിയിട്ട് സെക്കൻഡത്തെ എൻവയോൺമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ക്ലാസ് റൂമിൻ്റെ പോലെ കുറച്ചും കൂടിയും റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് ആദ്യം കുട്ടീനെ മെല്ലെ മാറ്റിയിട്ട് പിന്നെ അങ്ങനെ ആദ്യത്തെ സിറ്റുവേഷനിൽ മെല്ലെ ഫെയ്ഡാക്കിയിട്ട് ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ സൈഡിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റ് ക്ലയൻറ്റിന് ചിലപ്പോൾ പുതിയ ബിഹേവിയേഴ്സൊക്കെ അവർ ഡെവലപ്പ് ചെയ്യിപ്പിക്കും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ വെച്ചിട്ട്. പക്ഷേ അത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. പക്ഷേ അത് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ പഠിച്ചിട്ടുള്ളതൊക്കെ ലൂസാവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ എന്തെങ്കിലും ഡയറക്റ്റ്ലി അങ്ങനെ വേറെ സെറ്റിങ്ങിലേക്ക് ആക്കുന്നതിന് പകരം നമ്മൾ ഗ്രാജുവലി ഫേഡ് ഫ്രം തെറാപ്യൂട്ടിക് എൻവയോൺമെൻറ്റ് ടു ഹോം എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിലും നമുക്ക് എന്താണ് മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഷേപ്പിംഗ് പറഞ്ഞു. ഷേപ്പിങ്ങിൽ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത്. അത് റെസ്പോൺസ് സൈഡിലാണ് അങ്ങനെയുള്ളത്. ഫെയ്ഡിങ്ങിൽ അപ്രോക്സിമേഷൻസ് ഉള്ളത് സ്റ്റിമുലസ് സൈഡിലാണ്. ഇനി ഇതല്ലാണ്ട് നമുക്ക് അടുത്തത് പണിഷ്മെൻ്റാണ്. പണിഷ്മെൻ്റ് എന്ന് പറയുമ്പം ഒരു ബിഹേവിയറിനെ സപ്രസ് ചെയ്തിട്ട് വേറൊരു ബിഹേവിയർ ഒക്കർ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒക്കർ ചെയ്യേണ്ട ബിഹേവിയർ നമ്മൾ ഡിസൈഡ് ബിഹേവിയർ നമ്മൾ നല്ല റീഎൻഫോഴ്സ് ചെയ്യും വേണം. ഇത് എല്ലാ കേസിലും അത്ര എഫിഷ്യൻറ്റും ഡിസൈറബിളൊന്നും അല്ല പണിഷ്മെൻ്റ് എന്നുള്ള മെത്തേഡ്. അടുത്തത് ഗൈഡൻസ് ആണ്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി എയ്ഡിങ് എ പേഴ്സൺ ടു മേക്ക് സം റെസ്പോൺസ്. ഫിസിക്കലി നമ്മൾ എയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ഫോബിയ ഉള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫോബിയ ആണെങ്കിൽ അതിന് തൊടാൻ പേടിയായിരിക്കും. അപ്പം മെല്ലെ നമ്മൾ ഫിസിക്കലി നമ്മൾ ആദ്യം തൊട്ട് കാണിക്കുന്നു, അവർക്ക് തൊടാനുള്ള ഒരു അസിസ്റ്റൻസ് ഫിസിക്കലി നമ്മൾ കൊടുക്കുന്നു ഫ്ലഡിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഗൈഡിങ്ങിലൂടെ നമുക്ക് മാനുവൽ സ്കിൽസ്, ഇപ്പോൾ കൈകൊണ്ട് വെച്ചിട്ടുള്ള സ്കിൽസൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മളൊരു കുട്ടീൻ്റെ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൈഡൻസ് സ്റ്റെപ്പ് നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗൈഡൻസിലൂടെ നമുക്ക് മോഡലിങ്ങും ചെയ്യാൻ പറ്റും. ലിപ്പ് മൂവ്മെൻറ്റ്, എങ്ങനെ സ്പെസിഫിക് സൗണ്ട്സ് ഉണ്ടാക്കുന്നു, ത്രോട്ടിൽ ടച്ച് ചെയ്തിട്ട് എങ്ങനെ ആ കുട്ടിക്ക് എങ്ങനെ ആ സൗണ്ട് ഫീൽ ചെയ്യുന്നു, എങ്ങനെ ഫോർമേഷൻ, അതൊക്കെ നമുക്ക് ഗൈഡൻസ് വഴിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് പ്രൊസീജിയർ, ഒപ്പറൻറ്റ് കണ്ടീഷനിങ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ബിഹേവിയർ ചേഞ്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റിമുലസ് കൺട്രോൾ പറഞ്ഞു. അതിൻ്റെ 3 സ്റ്റിമുലസ് കൺട്രോൾ അപ്രോച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡിസൈറബിൾ ബിഹേവിയർ ബിൽഡ് ചെയ്യാം റീഎൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്തിട്ട്. പലതരത്തിലുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം, അപ്രോപ്രിയേറ്റ് റീഎൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു ബിഹേവിയർ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷേപ്പിംഗ്, മോഡലിങ്, ഫെയ്ഡിങ്, പണിഷ്മെൻറ്റ്, ഗൈഡൻസ് ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു.